നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവ്, അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാക്കാൻ ആന്തരിക പരിശോധനാ ഫലം കൂടി ഇനി പുറത്തു വരണം. ഇനി അറിയേണ്ടത് മരിച്ച ശേഷമാണോ ഗോപൻ സ്വാമിയെ മകൻ സമാധി ഇരുത്തിയത് എന്നതാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് വിവാദമായ ഗോപൻ സ്വാമിയുടെ സമാധിയിടം പൊളിച്ചു തുടങ്ങിയത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. സ്ലാബ് പൊളിച്ചു മാറ്റിയതിന് പിന്നാലെ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു. തുടർന്ന് മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പൂർണ്ണമായും അഴുകിയിട്ടില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഗോപൻ സ്വാമിയുടെ മകനെയും പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിന് മുമ്പ് സബ് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി കാര്യങ്ങൾ സംസാരിച്ചു. കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി സബ് കളക്ടർ OV ആൽഫ്രഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11ഓടെ RDOയും DYSPയും മറ്റുമെത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹിന്ദു ഐക്യവേദി, VSDP സംഘടനാ നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങി. കല്ലറ പരിശോധിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ഇന്നലെ അംഗീകരിച്ചതുമില്ല. തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ വൻ പോലീസ് സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയത്. കല്ലറ തുറക്കുന്നതിന് സമീപം നിൽക്കണമെന്ന് തന്നോട് പോലീസ് ആവശ്യപ്പെട്ടെന്നും താൻ തയ്യാറായില്ലെന്നും ഗോപന്റെ മകൻ സനന്ദൻ പറയുന്നു. പുതിയ കല്ലറ പണിത ശേഷം സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സമാധി രൂപത്തിൽ സംസ്കാരം. ചടങ്ങിൽ ഗോപന്റെ 2 മക്കളും പങ്കെടുത്തു. ഗോപന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷമേ ദുരൂഹതകളിൽ പോലീസ് തുടരന്വേഷണം നടത്തും. പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാമജപ യാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സംസ്കാര ചടങ്ങിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും പങ്കെടുത്തു. സമാധി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുകയാണെന്ന് ഗോപന്റെ മകൻ സനന്ദൻ പറയുകയും ചെയ്തു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു. മരണത്തിൽ വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സമാധിയായെന്ന് മക്കൾ അവകാശപ്പെട്ട ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഉണ്ടായിരുന്നില്ല. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഭസ്മവും പൂജാദ്രവ്യങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തി. മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ പോലീസ് അന്വേഷണവും കടുപ്പിക്കുമെന്നാണ് സൂചനകൾ. നന്ദി.